പ്രിയമുള്ളവരെ, വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ദ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് 2011 ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. നിലവിൽ നിങ്ങൾ കാണുന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വിവരമാണ്. കൂടുതലൊന്നും പറയുന്നില്ല, ഒരേ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഇവിടെ സംവദിക്കുന്നു. നിലവിൽ ഇതിൽ നിലമ്പൂരിലെ ന്യൂ അമരമ്പലം തൊട്ട് സൈലന്റ് വാലി വരെ നീണ്ടുകിടക്കുന്ന ഒരു മലനിരയുടെ സ്ട്രെച്ചിനെ കുറിച്ച് കാണാം. നിലമ്പൂരിന്റെ ന്യൂ അമരമ്പലത്ത് നിന്ന് തുടങ്ങി കരുവാരക്കുണ്ടും പെരിന്തൽമണ്ണയും അമ്മിനിക്കാടൻ മലനിരകളും മണ്ണാർക്കാടും സൈലന്റ് വാലിയും കടന്ന് ഷോളയൂരിലൂടെ പോകുന്ന ഈ സ്ട്രെച്ചിനെ 2013 തന്നെ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ 3-ാം സെക്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ്. നിലവിൽ നിങ്ങൾ ഈ കാണുന്നത് എൻവിറോൺമെന്റ് സെൻസിറ്റീവ് സോണുകളുടെ മാപ്പാണ്. ഇതിൽ മലപ്പുറം ജില്ലയിലൂടെ പാസ് ചെയ്യുന്ന മലനിരകളുടെ പേരുവിവരം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 50% വെസ്റ്റേൺ ഗഡ്സിൽ ഉൾപ്പെടുന്ന ജില്ലാ അടിസ്ഥാനത്തിലുള്ള പശ്ചിമഘട്ട മലനിരകളുടെ കണക്കാണ്. ഇതിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയും തിരൂരും സെൻസിറ്റീവ് എൻവിറോൺമെന്റ് സോൺ സെക്ടർ 2-ൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സോൺ 1, 2, 3 ക്രഷറിംഗ്, മൈനിങ്, കൺസ്ട്രക്ഷൻ എന്നിവ എത്ര കണ്ട് സൂക്ഷ്മതയോടും നിബന്ധനയോടും കൂടെയാണ് ഉണ്ടാവേണ്ടത് എന്നതിന്റെ ലിസ്റ്റാണ് മുകളിൽ കാണുന്നത്. ഈ പറഞ്ഞ നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും പാലിച്ചാണോ ഇന്നാട്ടിലെ ക്രഷറിങ്ങും മറ്റനുബന്ധ പരിപാടികളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ഹൃദയം തുളച്ച് നിങ്ങൾ നടപ്പാക്കുന്നത് എന്ന് സ്വയം ഒന്നാലോചിക്കുക. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശത്ത് നടക്കുന്ന ക്രഷറിംഗ്, മൈനിങ്, കൺസ്ട്രക്ഷൻ നമ്മൾ കാണാതിരിക്കുന്നു. കണ്ടാലും മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നു. ഒരു നാൾ ഇതിനെല്ലാം പ്രകൃതി തിരിച്ചടിക്കും. അന്ന് നമ്മൾ അതിനെ ഓമന പേരിട്ട് വിളിക്കും പ്രകൃതി ദുരന്തം. അല്ല, അതിലൊരു തിരുത്തുണ്ട്. മനുഷ്യനിർമ്മിത ദുരന്തം. അതാണ് ആ പ്രവൃത്തിക്ക് പേര്. മുണ്ടക്കയും ചൂരൽമലയും എവിടെയെല്ലാം ആവർത്തിക്കുമോ എന്ന് 5-6 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കാണും. അല്ല, കാണേണ്ടി വരും. ഇതൊക്കെ പറയുമ്പോഴും ഒരു ഉദാഹരണം എന്നും ഞാൻ കാണാറുണ്ട്. എന്റെ ഹോംലാൻഡിൽ പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്ത് തല ഉയർത്തി ഒന്ന് നോക്കിയാൽ ഒരു മലയെ പകുതി തുരന്നു വെച്ചിരിക്കുന്നത് കാണാം. പേര് ക്രഷറിംഗ് എന്നാണ്. ഇതിനോടെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വാചകം കൂടെ പറഞ്ഞു വെക്കട്ടെ. ഒരു മനുഷ്യൻ പറഞ്ഞ വാചകം: പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ അന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പറഞ്ഞ മനുഷ്യന്റെ പേര് മാധവ് ഗാഡ്കിൽ എന്നാണ്. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പറയാനോ പ്രവർത്തിക്കാനോ എന്തെങ്കിലും ചെയ്യുമെങ്കിൽ അധികാരികളെ ചെയ്തേക്കണേ. ഈ നാടിനെ കാക്കാൻ നിങ്ങളല്ലാതെ മറ്റാരാണ്?